സാൻഡ് കോമ്പാക്ഷൻ പൈൽ അഥവാ നമ്മുടെ നാട്ടിൽ പൊതുവെ അറിയപ്പെടുന്ന സാൻഡ് പൈൽ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇത് പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ നമ്മുടെ ഒരു കെട്ടിടത്തിൻ്റെ പണിയെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ളൊരു കൺസേൺ ആണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ ഒരു ഉറപ്പ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്. അപ്പം പല സ്ഥലങ്ങളിലുമുള്ള സോയിലിൻ്റെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ അവിടെ ഏത് തരം ഫൗണ്ടേഷൻ ആയിരിക്കും ഫീസിബിള്, അല്ലെങ്കിൽ സാൻഡ് പൈൽ പൊതുവെ ചീപ്പാണെന്ന് കേൾക്കുന്നു, അപ്പം അത് നമ്മുടെ സ്ഥലത്ത് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ പലപ്പോഴും ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട്. അപ്പം ഈ സാൻഡ് കോമ്പാക്ഷൻ പൈൽ എന്ന് വെച്ചാൽ അത് എന്താണ്, അത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് എന്താണ് തുടങ്ങിയവയെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ലിവിൻ തോമസ്, ഗ്രീൻ നാഷണൽ ആർക്കിടെക്ചറിലെ ചീഫ് ഡിസൈനറാണ്. എന്താണ് സാൻഡ് കോമ്പാക്ഷൻ പൈൽ എന്ന് ചോദിച്ചാൽ, ഇത് ഒരു മണൽ അഥവാ ഒരു 6 mm കനമൊക്കെയുള്ള ഗ്രാവൽ ഉപയോഗിച്ചിട്ട് ഒരു സോയിലിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടുന്ന ഒരു പ്രോസസ്സിനാണ് ഈ സാൻഡ് പൈലിംഗ് എന്ന് പറയാം. അതായത് നമ്മൾ മറ്റുള്ള പൈലിംഗ് മെത്തേഡിലൊക്കെ കാണുന്നത് പോലെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൽ വെയിറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു എലമെൻ്റ് ആയിട്ടല്ല സാൻഡ് പൈൽ നമ്മൾ ചെയ്യുക. അത് ചെയ്യുന്നത് ഈ ബിൽഡിംഗ് എവിടെയാണോ നമ്മൾ, അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഫുട്ടിങ് നമ്മൾ എവിടെയാണോ കൊണ്ട് വെക്കുന്നത് ആ ഒരു സ്ഥലത്തെ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നിലവിലുള്ള സാൻഡിനെ കൂടുതൽ നമ്മൾ കോമ്പാക്റ്റ് ആക്കും, അഥവാ അതിനെ നമ്മൾ പൈപ്പുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തിക്കി ഇറക്കി അതിനെ കൂടുതൽ കോമ്പാക്റ്റ് ആക്കും. എന്നിട്ട് ആ വിടവുകളിലേക്കെല്ലാം നമ്മൾ മണൽ ഫില്ല് ചെയ്തുകൊണ്ട് അതിനെ പിന്നെ ഇടിച്ചുറപ്പിച്ച്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏത് സർഫസിനെയാണോ അതിൻ്റെ സ്ട്രെങ്ത്, അതായത് ആ ഒരു സ്ഥലത്തിൻ്റെ ഡെൻസിറ്റി നമ്മൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തെ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മണൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഈ സാൻഡ് പൈലിംഗ് എന്ന് പറയുക. ഈ സാൻഡ് പൈലിംഗ് ഏതെല്ലാം സ്ഥലങ്ങളിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെളി മുതൽ മണൽ വരെ എന്ന് പറയേണ്ടി വരും. അതായത് ഇതിൽ ചെളി മുതൽ മണൽ വരെയും നീണ്ടു നിൽക്കുന്ന ഏത് സോയിലും നമുക്ക് ഈ സാൻഡ് പൈലിംഗ് നമുക്ക് ചെയ്യാം. അപ്പം ഇത് ഒരു സ്ഥലത്ത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി നമ്മൾ മെഷർ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്ഷനെ താങ്ങാനായിട്ടുള്ള വെയിറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 10 ടൺ പെർ എം സ്ക്വയർ, അതായത് ഒരു എം സ്ക്വയറിൽ 10 ടണ്ണ് വെയിറ്റ് ബെയർ ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ആ സോയിലിനില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ ഇത്തരം സാൻഡ് പൈലിങ്ങുകൾ നമ്മളൊരു സ്ഥലത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രോസസ്സ് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഒരു സോയിലിൽ നമ്മളൊരു 2.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെ വലിപ്പമുള്ള ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോള് ഉണ്ടാക്കും. അതിപ്പം നമ്മൾ ആ പൈപ്പിനെ അടിച്ച് കീപ്പോട്ട് ഇറക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറക്കുന്ന സമയത്ത് നമ്മൾ ആ പൈപ്പിൻ്റെ അറ്റം നമ്മൾ മടക്കി വെക്കും. അത് മടക്കി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് കയറാതെ ആ മണ്ണിനെ ഇത് 2 വശങ്ങളിലേക്കും തിക്കി തള്ളി നീക്കി വേണം ഈ പൈപ്പ് കീപ്പോട്ട് ഇറങ്ങിപ്പോകാനായിട്ട്. അപ്പം ഈ പൈപ്പ് അത് എത്രത്തോളം താത്താൻ പറ്റുമോ അത്രത്തോളം നമ്മളിത് ചുറ്റികൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് നമ്മളിത് ഇടിച്ച് താത്തി വിടുന്നു. അപ്പം ഇത് വൺസ് നല്ല കറ്റുള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ഈ പൈപ്പ് പിന്നെ താഴാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ അത് താഴാത്ത ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഈ പൈപ്പിനെ നമ്മൾ തിരിച്ച് ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ 6 mm കനമുള്ള മണൽ അല്ലെങ്കിൽ ഗ്രാവൽ നമ്മൾ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ അത് ഒറ്റയടിക്ക് ഫില്ല് ചെയ്യുകയല്ല ചെയ്യുന്നത്, കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ മറ്റൊരു കമ്പി കൊണ്ട് പിന്നെയും നമ്മൾ ഇടിച്ച് കോമ്പാക്റ്റ് ചെയ്ത് ഉറപ്പിക്കുന്നു, പിന്നെയും മണൽ ഇട്ട് കൊടുക്കുന്നു, പിന്നെ ഇടിച്ച് ഉറപ്പിക്കുന്നു. അങ്ങനെ ടോപ്പ് സോയിലിൻ്റെ ലെവൽ വരെ നമ്മൾ അതിനകത്ത് മണൽ ഫില്ല് ചെയ്യുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന സോയിലിനെ നമ്മൾ 2 വശങ്ങളിലേക്കും തിക്കി നീക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെയും കോമ്പാക്റ്റ് ആയിട്ട് നമ്മൾ മണൽ നിറച്ചിട്ട് ഒരു സർഫസിൻ്റെ ആ ഒരു ഏരിയയിലെ കംപ്ലീറ്റ് സോയിലിൻ്റെ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു മെത്തേഡിനാണ് സാൻഡ് പൈലിംഗ് എന്ന് പറയുക. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. പിന്നെ
ഇത് പല രീതിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയ ഒരു പ്രോസസ് ആണ് ഇപ്പം നമ്മൾ കണ്ടത്. ഒരു നോർമൽ വീട് പണിയുന്ന ഒരു സ്ഥലത്തൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഇത് ചെയ്താൽ മതി. പിന്നെ ഇത് എത്ര ഹോള് നമുക്ക് ഇടേണ്ടി വരും, അല്ലെങ്കിൽ അത് എന്ത് വലിപ്പമുള്ള പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ആ സ്ഥലത്തെ സോയിലിൽ ടെസ്റ്റ് ചെയ്ത അല്ല അവിടുത്തെ ഒരു സോയിലിന്റെ കണ്ടീഷനെ ഒക്കെ അനുസരിച്ചിട്ട് ഈ ഹോളുകൾ തമ്മിലുള്ള അകലവും അതുപോലെ തന്നെ ഹോള് പോകേണ്ട ഡെപ്തും ഒക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഈ സാൻഡ് പൈല് പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത് വാട്ടർ ലോക്ഡ് ആയിട്ടുള്ള ഏരിയകൾ, അതായത് നമ്മുടെ നാട്ടിലെ നമ്മുടെ അവിടുത്തെ സോയിലിൽ പൊതുവെ വെള്ളത്തിന്റെ അംശം കൂടുതലാണ്, അതായത് ചെളിയുടെ കണ്ടന്റ് കൂടുതലാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് സാൻഡ് പൈലുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചിലപ്പം ഫൗണ്ടേഷന് വേണ്ടി കുഴി എടുക്കുന്ന സമയത്ത് ഒരു പരിധിയിലധികം കുഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വെള്ളത്തിന്റെ ഉറവശല്യം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലും ഈ സാൻഡ് പൈല് പൊതുവെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പൊതുവെ ഒരു 5 മീറ്റർ ഒക്കെ വരെയും ഡെപ്തിൽ നമുക്ക് ഹാർഡായിട്ടുള്ള ഒരു സർഫസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തരം ഒരു പൈലിംഗ് മെത്തേഡ് പൊതുവെ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അതിൽ കൂടുതലും ഡെപ്ത് പോകേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്, നമുക്ക് നല്ല ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സർഫസ് കിട്ടാനെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം മെത്തേഡുകൾ ചൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ സാൻഡ് പൈലിംഗ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ആ ഒരു സർഫസിന്റെ സാൻഡിന്റെ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പരിധിയിലധികം ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാൻഡ് പൈല് കൊളാപ്സ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മാക്സിമം ഒരു 5 മീറ്റർ ഒക്കെ താഴെയെങ്കിലും നമുക്ക് ഒരു ഈ പറയുന്ന പോലത്തെ ഒരു സർഫസ് നല്ല ഹാർഡായിട്ടുണ്ടെങ്കിൽ നമ്മൾ മേ ബി ഒരു 1 മീറ്റർ വരെയൊക്കെയുള്ള ഡെപ്ത് ഉള്ള ഒരു കുഴി എടുത്തതിന് ശേഷം ആ കുഴിക്കകത്ത് നമുക്കൊരു 2 മീറ്റർ 2.5 മീറ്റർ ഒക്കെ പോകുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല സോയിൽ ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ലെയർ നമുക്ക് അടിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സിമം ഒരു 2 മീറ്റർ 2.5 മീറ്ററിനുള്ളിൽ നല്ല ഉറപ്പുള്ള ഒരു സർഫസിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ മാത്രം ആ മിച്ചമുള്ള ആ ഒരു 2.5 അടി വരുന്ന സോയിലിനെ സ്റ്റേബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സാൻഡ് പൈലിംഗ് നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊതുവെ 6mm ഗ്രാവലാണ് ഇതിനെ റെക്കമെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പം അത് ഒരു എക്സാക്ട് 6mm ഗ്രാവൽ വേണമെന്നില്ല, പൊതുവെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ചരൽ ഒക്കെയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത്തിരി തരി കൂടുതലുള്ള പാറപ്പൊടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 6mm ഒക്കെയുള്ള ഗ്രാവൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്തരം ഒരു പൈലിന്റെ ഒരു റിക്വയർമെന്റ് വരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അവിടുത്തെ ഒരു വാട്ടറിന്റെ ലെവല് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൂടുതലായിരിക്കും. അപ്പം നമ്മളൊരു പരിധിയിലധികം കുഴിയെടുത്ത് പോകുന്നത് സൈഡ് ഇടിഞ്ഞു പോരാൻ അല്ലെങ്കിൽ വെള്ളം തള്ളി കയറി വന്നിട്ട് ഈ കുഴി നികന്നു പോകാനൊക്കെയുള്ള സാധ്യത. അപ്പോൾ കൺസ്ട്രക്ഷൻ നമുക്ക് ഒരു രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാതെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇത്തരം പൈല് ചെയ്ത് ആ ഒരു സർഫസിന് വേണ്ട ഡെൻസിറ്റി കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് ഏതാണോ റെക്കമെൻഡ് ചെയ്യുന്ന ആ രീതിക്കുള്ള കൺസ്ട്രക്ഷൻ മീൻസ് ബേസ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബിൽഡിങ് ചെയ്യാവുന്നതാണ്. അപ്പം പൊതുവെ വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റേതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ രീതിയിലേക്ക് പോകുന്ന പൈലിംഗ് മെത്തേഡിലേക്ക് പോകുന്നതിനെക്കാട്ടിലും ഈ ഒരു മെത്തേഡ് പൊതുവെ ചീപ്പായതുകൊണ്ടാണ് നമ്മൾ ഇത് കൂടുതലും വീട് പോലത്തെ കൺസ്ട്രക്ഷനിലേക്ക് ഇത് പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നീട് എന്നുള്ളത് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതായത് അധികം വലിയ ലേബറിൻ്റെ ഒന്നും ആവശ്യമില്ല, വലിയ സ്കിൽഡ് ആയിട്ടുള്ള ലേബറും ആവശ്യമില്ല. അത്യാവശ്യം സിമ്പിൾ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 3 ലേബറിനെ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഏത് പൈലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്കവേഷനൊക്കെ നമുക്ക് ഒരു മിഷനറി ഒക്കെ നമുക്കൊരു സ്ഥലത്ത് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കാം. അപ്പം അങ്ങനത്തെ മിഷനറീസ് ഒക്കെ എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് മാനിലായിട്ട് മനുഷ്യർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ആയതുകൊണ്ടും അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരം പൈലിംഗ് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഇതുള്ളത് ഈ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ മഴക്കാലത്ത് വെള്ളം പൊങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് അവിടുത്തെ സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു കെട്ടിടത്തിനൊരു ഇരുത്തം സംഭവിക്കുന്നതൊക്കെ ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടായിട്ട് ഒത്തിരി ഗുണം ചെയ്യും. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനുകളിലാണ് പൊതുവെ നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ഒരു
വലിയ കൺസ്ട്രക്ഷനിലേക്കൊന്നും നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് ലാഭകരമല്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് സോയിലിനെ സ്റ്റിഫ് ആക്കുന്നതിനെ അപേക്ഷിച്ച് ഈ ഒരു മെത്തേഡ് തരുന്ന റിസൾട്ട് പൊതുവെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് സോയിൽ സ്റ്റിഫ് ആക്കുന്നതായിരിക്കും സോയിലിൻ്റെ പ്രോപ്പർട്ടീസിനെ കൂടുതൽ ബെറ്റർ ആക്കുക. ഇത് അത്രയ്ക്കും കൂടിയ ഒരു അളവിലേക്ക് നമുക്ക് സോയിലിൻ്റെ പ്രോപ്പർട്ടീനെ ഒരു പരിധി വരെയൊക്കെ സോയിലിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യാം എന്നല്ലാണ്ട് ബെസ്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് ഇത് തരും എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒന്നുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പൈലിങ് പേര് പൈലിംഗ് എന്നുണ്ടെങ്കിൽ പോലും ഇതൊരിക്കലും ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശമുള്ള ഒരു പൈലല്ല. അതായത് ഇപ്പം നമ്മൾ കോൺക്രീറ്റ് ഒക്കെ കോളം പൈലിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ആ പൈലിൽ കൂടെ നമ്മുടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് കീപ്പോട്ട് പോകും. പക്ഷേ ഈ സാൻഡ് പൈൽ ചെയ്ത സർഫസിൽ കൂടെ ലോഡ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്ത് കീപ്പോട്ട് പോകുന്ന ഒരിതില്ല. ആ ഏതാണോ നമ്മൾ നമ്മുടെ ബെഡ് കൊണ്ട് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്ന സർഫസ്, ആ സർഫസിൻ്റെ പ്രോപ്പർട്ടി ഡെൻസിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഈ പൈലിങ്ങിൻ്റെ ഉദ്ദേശം. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പം വെള്ളത്തിൻ്റെ ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ അഥവാ ഈ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊന്നും ഈ പൈൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ സോയിൽ ബെയറിംഗ് കപ്പാസിറ്റി നമ്മൾ കൂട്ടിന്നിരിക്കട്ടെ, എന്നാലും അവിടുത്തെ മണ്ണ് കാലക്രമത്തിൽ ഒരു സ്ട്രീമിൽ ഉണ്ട് അല്ലെ വെള്ളത്തിൻ്റെ സാഹചര്യത്തിൽ ഇത് ഒലിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ആ സോയിലിൻ്റെ പ്രോപ്പർട്ടി പിന്നെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം കെട്ടിടത്തിന് ഡാമേജ് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതുവെ ഈ പൈൽ റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷെ വെള്ളം പൊങ്ങുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്യൂ ആകാറില്ല. പക്ഷെ വെള്ളത്തിൻ്റെ ഒഴുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ പൈലിങ്ങിൻ്റെ എഫക്റ്റ് പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാൻഡ് കോമ്പാക്ഷൻ പൈൽ എന്ന് പറയുന്ന മെത്തേഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥലവും ജപ്പാനാണ്. അപ്പം ജപ്പാനിലെ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്തൊരു മെത്തേഡാണിത്. പിന്നീട് അത് ലോകത്ത് പല സ്ഥലങ്ങളിലേക്കും ഇതിൻ്റെ പല രീതിക്കുള്ള ഫോർമാറ്റുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഇത് ജപ്പാനിലൊക്കെ യൂസ് ചെയ്യുന്ന സാൻഡ് കോമ്പാക്ഷൻ പൈൽ തന്നെയാണോ നമ്മുടെ നാട്ടിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഹെവി മെഷീനറീസ് ഒന്നും ഉപയോഗിച്ചിട്ടുള്ള അതേ പെർഫെക്ഷനോട് കൂടിയുള്ളതല്ല നമ്മുടെ നാട്ടിൽ പൊതുവെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ളത്. കാരണം അത്രയും വലിയൊരു റിക്വയർമെൻറ്റ് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ്, പൊതുവെ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നത് വലിയ കൺസ്ട്രക്ഷനുകൾ, വലിയ പാലങ്ങൾ, ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്താണ് ഇത്തരം പൈലുകൾ അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വോളിയം ഓഫ് കൺസ്ട്രക്ഷൻ വളരെ കൂടുതലായിരിക്കും. തന്നെയല്ല അവരുടെ നാട്ടിൽ സോയിലിൻ്റെ ഒരു ബെയറിംഗ് കപ്പാസിറ്റി തീരെ കുറവായതുകൊണ്ടുമാണ് ആ നാട്ടിൽ അങ്ങനത്തെ പൈല് റെക്കമെൻഡ് ചെയ്ത് അവരങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർഫസിലേക്ക് ഹോള് ചെയ്ത് ഡ്രില്ല് ചെയ്ത് കോമ്പാക്ഷൻ നടത്തി ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഹൈ പ്രഷർ ഉപയോഗിച്ചിട്ട് സാൻഡിനെ ഇഞ്ചക്ട് ചെയ്ത് വശങ്ങളിലേക്കെല്ലാം കയറ്റി അങ്ങനെ അത് ഹൈ പ്രഷർ ഉപയോഗിച്ചുള്ള മെഷീനറീസും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത്തരം സാൻഡ് പൈലിങ്ങുകൾ നടത്തുന്നത്. അപ്പോൾ അത്തരം ഹെവി രീതിക്ക് പ്രോപ്പറായി ചെയ്ത ഒരു സാൻഡ് പൈലിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എർത്ത്ക്വേക്കിനെ പോലും റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ മാത്രം കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ഈ ജപ്പാനിലൊക്കെയുള്ള പല വലിയ കൺസ്ട്രക്ഷൻസ് പാലങ്ങളും ഒക്കെ ഇത് വെച്ച് നിർമ്മിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഇതിന് പ്രോപ്പറായ രീതിക്ക് കൃത്യമായ രീതിക്ക് ഒരു ലാർജ് സ്കെയിലിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പൊതുവെ നമ്മുടെ നാട്ടിൽ ചെറിയ കൺസ്ട്രക്ഷൻ വീട് പോലത്തെ ഒരു 2 നില ഒക്കെ പോകുന്ന വീട് പോലത്തെ കൺസ്ട്രക്ഷനുകളിലാണ് പൊതുവെ നമുക്ക് ഇത്തരം പൈലിംഗ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം കൺസ്ട്രക്ഷൻ്റെ വലിപ്പത്തെ വെച്ചിട്ടുള്ള സാൻഡ് പൈലിംഗ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് അത്രയ്ക്ക് ഫീസിബിളായിട്ട് വരാറില്ല. തന്നെയല്ല വേണ്ട ലോഡ് അത് ബെയർ ചെയ്യുന്നതായിട്ട് കാണാറില്ല. അതിലും നമുക്ക് എളുപ്പം മറ്റ് പൈലിംഗ് മെത്തേഡുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് വലിയ കൺസ്ട്രക്ഷനുകളിൽ പൊതുവെ സാൻഡ് പൈലിംഗ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാത്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സാൻഡ് പൈലിംഗ് അത് എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയവയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.